രാത്രിയിലൊരു യാത്ര. മഴയാണ് കേട്ടോ, നല്ല മഴയുണ്ട്. നല്ല മഴയൊന്നുമല്ല, എന്നാൽ അത്യാവശ്യം മഴ. നാട്ടിലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ മഴയത്ത് ടൂ വീലറിന് ഇങ്ങനെ പോകും. നല്ല രസമാട്ടോ ടൂ വീലറിന് ഇങ്ങനെ ഈ മഴയും കൊണ്ട് നനഞ്ഞ് കുളിച്ച് കയറി വരും. ഇവിടെ പറ്റത്തില്ലല്ലോ, ഇവിടെ ഭയങ്കര മഴയാണ്. അതൊക്കെയാണ് കണ്ടത്. ഉണ്ടോ? അപ്പോൾ റോഡ് ക്രോസ് ചെയ്യുക, തെന്നി വീഴും ഇവിടെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ. എനിക്കെപ്പോഴും വീഴ്ച തന്നെയാണ്. അയ്യോ, ഒരു രക്ഷയില്ലാത്ത, എപ്പോൾ നോക്കിയാലും അൽജം കെട്ടി വീഴുമെന്നേ. എന്താ സംഭവം എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ സൂക്ഷിച്ചൊക്കെയാണ് നടക്കുന്നത്. ഞാൻ സൂക്ഷിച്ച് നടക്കണ കൊണ്ടാണോ വീഴണേന്ന് എനിക്കറിയാൻ പാടില്ല. സൂക്ഷിക്കാതെ നടക്കാറുന്നല്ലേ. എപ്പോഴും തെന്നി വീഴുമെന്നേ. അയ്യോ, എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഇതാണ് രാത്രിയിലെ യാമങ്ങളിൽ അല്ലേ. രാത്രിയിലെ യാമങ്ങളിൽ നമുക്ക് നടക്കാം. രാത്രിയാകുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാനിപ്പോൾ പോണതേ ഹാൾസ് മേടിക്കാൻ പോണേ. അതായത് ആൻറ്റിക്ക് ചുമ. അപ്പോൾ എന്നോട് ഹാൾസ് മേടിച്ചിട്ട് തരാൻ പറഞ്ഞു. അവർ ബുക്ക് ഷോപ്പിൽ പോയി. എനിക്ക് ഞങ്ങളിപ്പോഴാണ് ഫുഡ്, ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഞങ്ങൾ ശിവരാത്രിക്ക് പോയി ചെന്ന്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ചപ്പാത്തിയും കുറേ ഫുഡൊക്കെ കിട്ടി. അതൊക്കെ അടിച്ച് കയറ്റി വയറ് ഫില്ലായി. 6 മണിയായപ്പോഴാണ് വിശന്ന്. പിന്നെ ഞാൻ വിചാരിച്ച ആൻറ്റി ഞങ്ങളൊക്കെ വരട്ടെ അന്നേരം കഴിക്കാമെന്ന്. പിന്നെ അവർ വന്ന് 7:30 ആയപ്പോൾ വന്ന് ഫുഡൊക്കെ കഴിച്ച്. ഫുഡ് കഴിച്ചപ്പോൾ ആ പാത്രം കഴുകാനുണ്ട്. അപ്പോഴാണ് ആൻറ്റി പറഞ്ഞത് തന്നപ്പോൾ ഹാൾസ് മേടിച്ചിട്ടത്. അയ്യോ, കൊക്കക്കോള ഉണ്ടാകുന്നാവോ? നോക്കാം, എന്തായാലും ഇല്ലെങ്കിൽ വാങ്ങിക്കാം. കൊക്കക്കോള പൈസ നോക്കിയിട്ട് വാങ്ങിക്കാം. അങ്ങനെ നല്ല മഴ കണ്ടോ. അപ്പം അങ്ങനെ ഹാൾസ് മേടിക്കാൻ വേണ്ടി പോണേന്. മഴയുണ്ട്. എനിക്കിഷ്ടം മഴയത്ത് ഞാൻ നടക്കുന്നത്. പക്ഷെ മഴയത്ത് നടക്കാൻ പറ്റത്തില്ല, ഞാൻ പറഞ്ഞില്ലേ തെന്നി വീഴുമെന്ന്. അതാ പ്രശ്നം. മഴയത്ത് നടക്കണമല്ല, ടൂ വീലറിൽ യാത്രയാണ് ഇഷ്ടം. കാറിനുമാണ് ഇഷ്ടമല്ല കേട്ടോ. കാറിൽ അടച്ചു കൂട്ടി ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടി. മറ്റേതാകുമ്പോൾ ടൂ വീലറിനാകുമ്പോൾ അടിപൊളിയാണ്. എനിക്ക് തൊണ്ട അടഞ്ഞിരിക്കുന്നു. എന്താ സംഭവം എന്നറിയില്ല. അതാണ് ഇടക്കിടക്ക് കിച്ച് കിച്ച്. ഇതാണ് ഇവിടെയാണ് വരാമോ. ഞാനേ എൻ്റെ വീഡിയോ ഞാൻ സാധാരണ ഞാൻ കാണാറില്ല കേട്ടോ, ഉള്ള സത്യം പറയാമല്ലോ. അത്രയ്ക്ക് മനോഹരമായ വീഡിയോ ആയതുകൊണ്ട് ഞാൻ കാണാറില്ല. ഒരു വീഡിയോ പോലും കാണാറില്ല. ചില വീഡിയോസ് ഇരുന്ന് കാണും. എനിക്ക് മടിയാണ്, പിന്നെ വേറെ വാങ്ങിയില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ കാണാത്ത സ്ഥിതിക്ക് നിങ്ങളാരെങ്കിലും കാണുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഇന്ന് എടുത്ത് വീഡിയോ നോക്കിയപ്പോഴേ ആരുടെ പേരിങ്ങനെ പറഞ്ഞു ചെറുതായിട്ട് കേട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് അയ്യോ കുടയെന്ന് പുറത്ത് പിടിച്ചോണ്ടോ എന്നാ ഈശ്വര, ഞാൻ ഈ വീഡിയോ എടുക്കണ വേറെ ലോകത്തേക്കായിപ്പോയി. അപ്പോൾ എന്താ പറയണേ, അപ്പോൾ വീഡിയോ നോക്കിയപ്പോൾ വീഡിയോ ശരിക്കും പിടിച്ചേക്കണ പൊസിഷൻ ശരിയല്ല, വേറെ എവിടെ എങ്ങാണ്ടൊക്കെ പിടിച്ച് വെച്ചേക്കണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങ് നേരെ എടുക്കാമെന്ന്. എന്താണ് താത്തിയ വീഡിയോ എടുത്തേക്കാം. അത് എൻ്റെ വീഡിയോ ഞാൻ നോക്കാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഒന്നുമില്ല പറയാം. ഞാനപ്പോൾ ഹാൾസ് മേടിക്കട്ടെ. ഹാൾസ് മേടിക്കാൻ സ്ഥലമെത്തി. തൊണ്ടടയാണ്. ഹാൾസ് മേടിക്കണ കഥ ഞാൻ പറഞ്ഞതാണ്. നോക്കട്ടെ കേട്ടോ, കയറാൻ പറ്റുമെന്നും അറിയില്ല. ഈ വഴി പോകാം. ഓക്കെ, ഹാൾസ് മേടിക്കട്ടെ. No member. How much? Okay. I cannot understand. Thank you.
ആ അപ്പം ഞാൻ ഹാൾസ് മേടിക്കാൻ വന്ന കഥ ഞാൻ പറഞ്ഞുതരാവേ. പോക്കറ്റിലോട്ട് വയ്ക്കട്ടെ കേട്ടോ. അതായത് ഫസ്റ്റ് ടൈം ഞാനും ആൻറ്റിയും കൂടിയാണ് ഹാൾസ് മേടിക്കാൻ വന്നത്. അപ്പം ഇരിക്കുന്ന സ്ഥലം കാണിച്ചു തന്നു. അപ്പോൾ ഓക്കെ പറഞ്ഞു. അതായത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നോട് പറഞ്ഞ് ഹാൾസ് മേടിച്ചുകൊണ്ട് പോവാം, അതിരിക്കണ സ്ഥലം അറിയാമല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞ് അറിയാം, അതൊരു മുസ്ലിം പെണ്ണ് അവിടെ നിൽപ്പുണ്ട് കൗണ്ടറിൽ, അതിൻ്റെ പുറയിലായിട്ടാണ് നിൽക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി എന്നെ ഇങ്ങനെ നോക്കിയിട്ടാ, ഏത് മുസ്ലിം പെണ്ണ്? ഞാൻ ആ തലേ തട്ടുവിട്ടവരൊക്കെ മുസ്ലിംസ് അല്ലേ, ആ തലേ തട്ടുവിട്ടൊരു പെണ്ണോട് ഇപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി ഒന്നും മിണ്ടിയില്ല, ചിരിച്ചിട്ടാ. അപ്പം ഞാൻ എന്താ ചിരിക്കണം? അല്ല, ആ മുസ്ലിം പെണ്ണ് നീ ഇപ്പം ചെല്ലുമ്പോൾ ആ കൗണ്ടറിൽ തന്നെ ഇരിക്കുമെന്ന് എന്താ ഉറപ്പ്? ഞാൻ ഓ ശരിയാണല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തപ്പി കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പം ഞാനേ വേറൊരു കഥ ഓർത്തേ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതാണ്. അതായത് പടം നിർത്തിയതാ, മഴയെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആരോ ഒരാൾ എന്തോ ഒരു സാധനം കൊടുത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച്. പുള്ളിക്കാരൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരു കുതിരയുടെ മേഘമുള്ള അതിൻ്റെ താഴെയിട്ട് കുഴിച്ചിട്ട്. അപ്പം ഓണർ വന്ന് സാധനം ചോദിച്ചപ്പോൾ പറഞ്ഞേ അത് ഞാൻ കുതിരയുടെ മേഘമുള്ള അതിൻ്റെ താഴെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നത്. കുതിരയുടെ മേഘം അന്വേഷിച്ചിടുന്നുണ്ട് കാണണ്ടേ എന്ന് പറഞ്ഞാൽ ഹാൾസ് മേടിക്കാൻ പോയ പോലത്തെ അവസ്ഥ. അപ്പോൾ ഞാനൊരു നിമിഷം അത് ഓർത്തുപോയായിരുന്നു. അതാണ് ഹാൾസിൻ്റെ കഥ. വേറെ ആൾക്കാരെന്നെ നോക്കുന്നുണ്ട്, ഈ റോട്ടിൽ കൂടി ചിരിച്ചു നടക്കണേ എന്താണ് വട്ടായെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഈ പുള്ളിക്കാരൻ നല്ല പാട്ടുകാരനാട്ടോ, എപ്പോഴും ഒക്കെയാലും പാടുന്നതാണ് വഴിയിലിരുന്ന്. അല്ലാതെ എനിക്കെങ്ങനെ അറിയാനാ? എപ്പോഴും റോട്ടിലിരുന്ന് പാടുന്നതാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങളോർക്കും അയാളുടെ പാട്ടുകാരൻ വന്നിരിക്കുക, അയ്യോ ഈ കാക്കകളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കണേ കണ്ട ലൈൻ കമ്പിൽ, അയ്യോ ദൈവമേ, അമ്മ എല്ലാം മരത്തിൻ്റെ അടിയിലിരിക്കാൻ പാടില്ലല്ലേ, പാവങ്ങൾ. സ്ഥലം ഉണ്ടാവില്ലായിരിക്കും മരത്തിലിരിക്കാൻ. ഉണ്ടാവും ഒത്തിരി ഒച്ച കേട്ടോ, മൃഗങ്ങളെന്നൊക്കെയാണ് വായിൽ തന്നെ. പക്ഷികളുടെ ഒച്ച കേട്ടോ, കിലി 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 എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ ഉള്ള സത്യം പറയട്ടെ, എനിക്ക് ഒരു ശബ്ദവും എനിക്കിഷ്ടമല്ല. സത്യം കിട്ടും, എനിക്ക് ഒറ്റ ശബ്ദം ഇഷ്ടമല്ല. നിശബ്ദമായിട്ടിരിക്കണം, സൈലൻ്റായിട്ടിരിക്കണം, കാമം കൊയ്റ്റായിട്ടിരിക്കണം. ഇനി വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യും ഈ ശബ്ദങ്ങളൊക്കെ. എല്ലാവരും പറയും രാവിലെ എണീക്കുമ്പോൾ കിളികളുടെ ഒച്ച. ഞാനുള്ള സത്യം പറയാമല്ലോ, എനിക്ക് എന്തോ ഭയങ്കര ഡിസ്റ്റർബൻസാണ്. പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇംഗ്ലീഷ് പാട്ട് കേൾക്കാൻ എനിക്കിഷ്ടം. ഇംഗ്ലീഷ് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. വാട്ട് ഈസ് ലവ് ബേബി നോ ഹാർട്ട് മീ നോ മോർ, ആ പാട്ടൊക്കെ കേൾക്കോട്ടാ. അത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ കേൾക്കത്തുള്ളൂ. പിന്നെന്താ അവിടെ അത് വീഡിയോ എടുക്കത്തില്ല. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടിയതാണ് ഒരു പ്രാവശ്യം വീഡിയോ എടുത്തിട്ട്. വേറെ ഒന്നുമില്ല. അപ്പോൾ രാത്രിയിലെ സഞ്ചാരം ഒഴിവാക്കി ഞാനപ്പം വീട്ടിലോട്ട് വേഗം നടക്കട്ടെ. കാരണം എനിക്ക് ഒരുപാട് പാത്രം കഴുകണം, പൂച്ചകളുടെ കൂട് നോക്കണം. എനിക്ക് നേരത്തെയൊക്കെ എന്നെ ഇവർ എവിടെ പോകുമ്പോഴും കൊണ്ടുപോകട്ടാ, അമ്പലത്തിലൊക്കെ പോകുമ്പോൾ. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു തന്നെ, പൂച്ചക്കൂട് അടച്ചിട്ടുണ്ടാ, പൂച്ചയുടെ റൂം അടച്ചിട്ടുണ്ടാ എന്നൊക്കെ ടെൻഷനായിരുന്നു. ഇപ്പം ഞാൻ പിന്നെ പൂച്ചക്കൂട് ഒരു പ്രാവശ്യം, പൂച്ചക്കൂട് മീൻസ് പൂച്ചയുടെ റൂം ഒരു രാത്രി തുറന്നിട്ട് വെച്ച് ഭാഗ്യത്തിന് ഒന്നും ഓടിക്കളഞ്ഞില്ല. അപ്പോൾ അതിൽ പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഇറങ്ങിയിട്ട് പിന്നെയും പോയി നോക്കും, ചെക്ക് ചെയ്ത്. അത് ബാറാട്ടോ, ബാറിൽ കുറേ പേരുണ്ട്. നമ്മൾ അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലേ നാളെ കംപ്ലയിൻറ്റ് വരും എനിക്കെതിരെ. വേണ്ട, ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കണ്ട, എന്നെ പിടിച്ച് പിന്നെ ജയിലിലിടും. അയ്യോ എനിക്കിനി വയ്യ. അപ്പോൾ ഓക്കെ, സീ യു. എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഡേ അല്ലേ. നാളെ നേരം വെളുക്കട്ടെ, നല്ലൊരു നേരം. മൊത്തം വെള്ളിയാണെന്നേ. അയ്യോ, വെള്ളി എന്ന് പറഞ്ഞാൽ വെള്ളിയാൽ സൃഷ്ടിച്ചതാണെന്ന് തോന്നുന്നു എന്നെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട്, ശുഭരാത്രിയും ശുഭദിനവും ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ഹാവ് എ നൈസ് ഡേ.
താങ്ക് യു ഫോർ വാച്ചിങ്.